ലോക മലയാളികളുടെ മനസ്സിൽ ഇന്നും ഒരു നോവായി നിൽക്കുന്ന ഒരു പേരാണ് അർജുൻ. കോഴിക്കോട് ജില്ലയിലെ കണ്ണാടിക്കലാണ് അർജുൻ്റെ സ്വദേശം. കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള മനാഫ് എന്ന് പറയുന്ന സഹോദരൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയിലാണ് അർജുൻ ഡ്രൈവറായി ജോലി ചെയ്യുന്നത്. വർഷങ്ങളായി അവിടെയാണ് ജോലി ചെയ്തു വരുന്നത്. അർജുൻ്റെ അധ്വാനശീലവും ആത്മാർത്ഥതയും സത്യസന്ധതയുമൊക്കെ കമ്പനിയുടമ മനാഫിനും അർജുനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും നല്ല പോലെ അറിയാം. അർജുനും ഭാര്യയും കുട്ടിയും അച്ഛനും അമ്മയും പെങ്ങളും അടങ്ങുന്നതാണ് അർജുൻ്റെ കുടുംബം. കുടുംബത്തെ അർജുൻ നല്ല പോലെ നോക്കിയിരുന്നു. അർജുൻ്റെ എല്ലാ വിഷമങ്ങളും ലോറിയുടമ മനാഫുമായി ഷെയർ ചെയ്യാറുമുണ്ട്. മനാഫിൻ്റെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെയാണ് അർജുൻ. മനാഫിൻ്റെ കുടുംബത്തിലെ മനാഫിൻ്റെ മക്കളുടെ കളിക്കൂട്ടുകാരൻ കൂടിയായിരുന്നു അർജുൻ. ഈ കഴിഞ്ഞ ജൂൺ 8 അർജുൻ മലപ്പുറത്തു നിന്നും ഒരു ലോഡുമായി മൈസൂരിലേക്ക് യാത്ര തിരിക്കുന്നത്. മൈസൂരിൽ ലോഡ് ഇറക്കിയതിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു. അർജുന് പൊതുവെ ദീർഘദൂര യാത്രകൾ വളരെ ഇഷ്ടമായിരുന്നു. അർജുൻ്റെ യാത്രയിലൊക്കെ തന്നെ നല്ല ഒരു ആനന്ദം കണ്ടെത്തിയിരുന്നു. മൈസൂരിൽ നിന്നും നേരെ പോയത് ബെൽഗാമിലേക്കായിരുന്നു. ബെൽഗാമിൽ നിന്നും ഒരു ലോഡ് കർണാടകയിലെ തന്നെയുള്ള മറ്റൊരു സ്ഥലമായ രാംനഗറിലേക്കുമുണ്ടായിരുന്നു. ബെൽഗാമിൽ നിന്നും കയറ്റിയ ആ ലോഡ് രാംനഗറിൽ ഇറക്കുകയും അതിനുശേഷം രാംനഗറിൽ നിന്നും അക്കേഷ്യ തടികൾ അർജുൻ്റെ വണ്ടിയിലേക്ക് വീണ്ടും കയറ്റുകയായിരുന്നു. സത്യത്തിൽ അന്ന് അർജുൻ വിചാരിച്ചിരുന്നുവെങ്കിൽ, അഥവാ രാംനഗറിൽ തന്നെ ഇന്ന് തങ്ങി പിറ്റേ ദിവസം ഇവിടെ നിന്നും പോകാം എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ തന്നെ റൂം എടുത്തുകൊണ്ട് താമസിച്ച് പിറ്റേ ദിവസം പോയിരുന്നു എങ്കിൽ അർജുന് അപകടത്തിൽ പെടുമായിരുന്നില്ല. അത് ശരിക്കും അർജുൻ്റെ വിധിയായിരുന്നു. വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല. രാംനഗറിൽ നിന്നും അക്കേഷ്യ തടികളുമായി മലപ്പുറം ലക്ഷ്യമാക്കി അർജുൻ യാത്ര തുടർന്നു. മുംബൈ പനവേലി മുതൽ കന്യാകുമാരി വരെയുള്ള NH-66 ഹൈവേയിലൂടെയാണ് അർജുൻ്റെ യാത്ര. അർജുനെ പോലെയുള്ള ഒരുപാട് ഡ്രൈവർമാരാണ് ഈ ദീർഘദൂര റോട്ടിലൂടെ യാത്ര ചെയ്യുന്നത്. അർജുനെ പോലെയുള്ള ഡ്രൈവർമാർ ഇവരുടെ ദീർഘദൂര യാത്രയിൽ വിശ്രമിക്കാനിറങ്ങുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് ലക്ഷ്മണേട്ടൻ്റെ ചായക്കട, അഥവാ ലക്ഷ്മൺ നായിക്കിൻ്റെ ധാബ. ഈ റൂട്ടിലൂടെ പോകുന്ന, അഥവാ മുംബൈ പനവേൽ മുതൽ കന്യാകുമാരി വരെ പോകുന്ന NH-66 ഒരു 80% ട്രക്ക് ഡ്രൈവർമാരും വിശ്രമിക്കാൻ വേണ്ടി നിർത്തുന്ന സ്ഥലം തന്നെയാണ് ഈ ലക്ഷ്മൺ നായിക്കിൻ്റെ ചായക്കട. ലക്ഷ്മൺ നായിക്കും ഭാര്യയും കുട്ടികളും അടങ്ങുന്നതാണ് അവരുടെ കുടുംബം. നല്ല പെരുമാറ്റ രീതിയായിരുന്നു അവരുടേത്. കൂടാതെ മലയാളികളെ അവർക്ക് പ്രത്യേക ഇഷ്ടമായിരുന്നു. മാത്രവുമല്ല, അവിടുത്തെ ഭക്ഷണം ഒരു മലയാളി ഭക്ഷണം പോലെയായിരുന്നു എല്ലാവർക്കും അനുഭവപ്പെട്ടിരുന്നത്. ആ കടയിലെ വൃത്തിയും വെടുപ്പുമൊക്കെ എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ്. സത്യത്തിൽ അതിലെ പോകുന്ന എല്ലാ ട്രക്ക് ഡ്രൈവർമാരും ഈ ലക്ഷ്മൺ നായിക്കിൻ്റെ ചായക്കടയുടെ അവിടെ വണ്ടി നിർത്തി അവിടെ ഉറങ്ങുന്ന പതിവുണ്ട്. മാത്രവുമല്ല, അവിടെ നിന്നും കുളിച്ച് ഫ്രഷായിട്ടാണ് പിന്നീട് അവിടെ നിന്നും യാത്ര ആരംഭിക്കുക. ആ ചായക്കടയുടെ പിന്നിലുള്ള ഗംഗാവാലിപ്പുഴയിൽ നിന്നും കുളിച്ചതിന് ശേഷമാണ് ധാബയിൽ നിന്നും ചായ കുടിച്ചിട്ടായിരിക്കും മിക്കവാറും ഡ്രൈവർമാരും യാത്ര പുനരാരംഭിക്കുക. ജൂലൈ 16 അതിരാവിലെ 3 മണി കഴിഞ്ഞ് 45 ആയപ്പോൾ അർജുൻ ലക്ഷ്മൺ നായിക്കിൻ്റെ ചായക്കടയുടെ അടുത്തെത്തി. വാഹനം ഒതുക്കിയതിന് ശേഷം വാഹനത്തിൽ ഇരുന്ന് തന്നെ ഉറങ്ങുമ്പോൾ ഏകദേശം ഒരു 5:45 ആയപ്പോൾ മറ്റൊരു വാഹനത്തിൻ്റെ ഡ്രൈവർ അർജുനെ തട്ടി വിളിച്ചുണർത്തി. 8 തുടങ്ങിയ യാത്രയാണ്. ശരിക്കും ക്ഷീണം നല്ലപോലെ അർജുന് അനുഭവപ്പെടുന്നുണ്ട്. അർജുനെ ആ ഡ്രൈവർ തട്ടി വിളിക്കുമ്പോൾ നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ടായിരുന്നു. ആ മഴ പെയ്യുന്നതിൻ്റെ ആ ഒരു സുഖത്തിൽ ആ ഡ്രൈവർ അർജുനെ തട്ടിവിളിച്ചത് അർജുൻ അറിഞ്ഞില്ല. അർജുനെ തട്ടിവിടിച്ച ഡ്രൈവർ കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം അവിടെ നിന്നും വിട്ടുപോയി. നേരം നന്നായി വെളുത്തു. അപ്പോഴും ഷിരൂരിൽ
ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് മണ്ണിടിച്ചിൽ സംഭവിക്കുന്നത്. അർജുൻ്റെ ആ ലോറിക്ക് സമീപത്തായി മറ്റു ഒരുപാട് വാഹനങ്ങളും ഉണ്ടായിരുന്നു. ആ വാഹനങ്ങളൊക്കെ കിടക്കുന്ന ഭാഗത്ത് ഏകദേശം ഒരു 150 അടി പൊക്കത്തിലുണ്ടായിരുന്ന മല 8 മണി കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദത്തോടുകൂടി ഇടിഞ്ഞു വീണു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുൻപ് ആ മല പൂർണ്ണമായും ആ സ്ഥലത്തെ കവർ ചെയ്തു. ആ വാഹനങ്ങൾക്കൊപ്പം ലക്ഷ്മൺ നായിക്കിൻ്റെ കടയും അപ്രത്യക്ഷമായി. ഏകദേശം ആ റോഡിൽ മണ്ണല്ലാതെ മറ്റ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ശക്തമായ മഴ അപ്പോഴും പെയ്യുന്നുണ്ടായിരുന്നു. മഴ പെയ്ത് ശക്തമായ ഒഴുക്കിൽ മണ്ണും പൊടിയും കല്ലുകളുമൊക്കെ ഗംഗാവാലി പുഴയിലേക്ക് കുത്തിയൊലിക്കുന്ന സമയമായിരുന്നു അപ്പോൾ. ആ സമയത്ത് അധികമൊന്നും വാഹനങ്ങൾ അതിലെ വരുന്നുണ്ടായിരുന്നില്ല. കുറേ സമയത്തിന് ശേഷമാണ് അതുവഴി വാഹനങ്ങൾ വരുന്നത്. വാഹനത്തിൽ വരുന്ന ആളുകൾ റോഡ് മുറിച്ചു കടക്കാൻ പറ്റാതെ തിരിച്ച് പോവുകയും ചെയ്തു. റോഡ് ഇടിഞ്ഞു എന്നല്ലാതെ വേറൊരു ഇൻഫർമേഷനും മറ്റുള്ള ആളുകളോട് പറയാനും ഉണ്ടായിരുന്നില്ല. ഹൈവേയിൽ മണ്ണിടിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് വാഹന ഗതാഗതം നിരോധിച്ചു എന്നു പറഞ്ഞുകൊണ്ടുള്ള ബോർഡ് ഹൈവേയുടെ 2 സൈഡിലും തൂക്കുകയും ചെയ്തു. ഈ സമയത്ത് അർജുനെ ബന്ധപ്പെടാനായി അർജുൻ്റെ അമ്മയും ആ വാഹനത്തിൻ്റെ ഉടമയും ശ്രമിക്കുന്നുണ്ടായിരുന്നു. നിരന്തരം അർജുൻ്റെ അമ്മ അർജുനെ വിളിച്ചുകൊണ്ടിരുന്നു. അർജുൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ എല്ലായ്പ്പോഴും അമ്മ വിളിക്കുമ്പോൾ ബെല്ലടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല, ഇടയ്ക്ക് കട്ടായി പോകുന്നുമുണ്ട്. ഇതേ അനുഭവം തന്നെയാണ് ലോറിയുടെ ഉടമ മനാഫിനും അനുഭവപ്പെട്ടത്. മനാഫിന് മറ്റൊരു കാര്യം കൂടി നോക്കാൻ സാധിക്കും. അത് ആ ലോറിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന GPS സംവിധാനമാണ്. GPS സംവിധാനം മോണിറ്റർ ചെയ്യുന്ന മനാഫിന് അർജുൻ ഷിരൂരിൽ തന്നെയുണ്ടെന്ന് വ്യക്തമാണ്. ഷിരൂരിൽ തന്നെയുള്ള അർജുൻ ഫോൺ എടുക്കാത്തതിൽ മനാഫ് വളരെ അസ്വസ്ഥനാണ്. എന്തോ ഒരു ഭയം മനാഫിനെ പിടികൂടുന്നുണ്ട്. ഈ സമയത്താണ് ഗംഗാവലി നദിയുടെ മറുകരയിലുള്ള ഒരാൾ അടുത്ത ഗ്രാമത്തിലെ ആളുകളോട് ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. അയാൾ നദിയുടെ മറുകരയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഒരു മണ്ണിടിച്ചിൽ മറുഭാഗത്ത് ഉണ്ടാകുന്നതും ആ മണ്ണ് അവിടെ ഉണ്ടായിരുന്ന ലോറികൾക്ക് മുകളിൽ വീഴുന്നത് കണ്ടു എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത്. ആ വാർത്ത അടുത്ത നിമിഷം തന്നെ പരക്കുകയായിരുന്നു. കോഴിക്കോടും മലപ്പുറത്തുമൊക്കെ ആ വാർത്തയറിഞ്ഞ അർജുനിന്റെ കുടുംബം ഷിരൂരിലേക്ക് തിരിച്ചു. അർജുനനെ കാണാനില്ല എന്ന പരാതി പോലീസിൽ ലഭിക്കുന്നത് ജൂലൈ 17-ാം തീയതിയാണ്. ജൂലൈ 17-ന് അർജുന്റെ കുടുംബം പരാതി കൊടുത്തെങ്കിലും ആ പനവേലി ഹൈവേയിലേക്ക് ഒരു വാഹനത്തെ കടത്തിവിടുന്നില്ല. ആരെയും കടത്തിവിടുന്നില്ല. പോലീസ് ആ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. തങ്ങളുടെ ഒരാൾ ഹൈവേക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് അർജുന്റെ വീട്ടുകാർ ആ പോലീസുകാരോട് പറഞ്ഞിട്ടും പോലീസ് ആ ആളെ തിരക്കാൻ അങ്ങോട്ട് ആരെയും വിടുന്നില്ല. അതിൻ്റെ കാരണം ആ ഭാഗത്ത് വീണ് കിടക്കുന്ന ആ മണ്ണിന്റെ അവസ്ഥ ആയിരുന്നു. അതിശക്തമായ മഴ പെയ്യുന്ന ആ സമയത്ത് ഇടിഞ്ഞു വീണ മണ്ണ് നദിയിലേക്ക് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ മഴ ജൂലൈ 17-നും പരാതി കൊടുക്കുന്ന സമയത്തും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ആ ഭാഗത്തേക്ക് ആളുകളെ വിടാൻ പറ്റില്ല എന്ന് പോലീസ് പറഞ്ഞെങ്കിലും 18-ാം തീയതിയോടുകൂടി മാധ്യമങ്ങൾ വിവരമറിഞ്ഞ് സ്ഥലത്തെത്തി. കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളാണ് ആ സ്ഥലത്തേക്ക് ആദ്യം ഇരച്ചെത്തുന്നത്. അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ കോഴിക്കോടുള്ള മാധ്യമങ്ങളെ വിവരമറിയിച്ചപ്പോൾ നമ്മുടെ മലയാളി മാധ്യമ പ്രവർത്തകർ ഷിരൂരിലേക്ക് പാഞ്ഞെത്തുകയായിരുന്നു. ആ നിമിഷം മുതലാണ് ലോകം ഈ വാർത്ത ശ്രദ്ധിക്കുന്നത്. ഒരു ലോറിയും 2 ടാങ്കർ ലോറികളും മണ്ണിടിയുന്ന സമയത്ത് ആ നായിക്കിന്റെ ചായക്കടയുടെ അടുത്തുണ്ടായിരുന്നു എന്ന് മാധ്യമ പ്രവർത്തകരിലൂടെ ജനങ്ങൾ അറിഞ്ഞപ്പോൾ ആളുകളും അങ്ങോട്ട് ഒഴുകി തുടങ്ങി. ലോകം മുഴുവൻ ആ ഷിരൂരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആ നിമിഷം മുതലായിരുന്നു. റോഡുകളിൽ ഒരുപാട് മണ്ണ് നിറഞ്ഞു കിടക്കുന്നുണ്ടെന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുകൊണ്ട് കർണാടക സർക്കാർ 4 മണ്ണ് മാന്തി യന്ത്രങ്ങളെ മണ്ണ് നീക്കാനായി ആ സമയത്ത് നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. തികച്ചും വലിയൊരു വൈക്കോൽ കൂനയിൽ ഒരു സൂചി തിരയുന്നത് പോലെ ആയിപ്പോയി ആ മണ്ണുമാന്തിയുടെ പ്രവർത്തനം.
ആ മണ്ണുമാന്തി യന്ത്രം അവിടെ എത്തുമ്പോൾ അവർക്ക് മുന്നിലുള്ളത് ഒരു കൂറ്റൻ മലയാണ്. ആ മല ഏകദേശം പൂർണ്ണമായും റോഡിലേക്ക് കിടക്കുകയാണ്. ആ മലയുടെ അടിയിൽ എവിടെയോ ആണ് അർജുൻ്റെ ലോറിയും ടാങ്കർ ലോറികളും അതുപോലെ ലക്ഷ്മൺ നായിക്കിൻ്റെ ചായക്കടയും പെട്ടിട്ടുള്ളത്. എവിടെയാണെന്ന് അറിയാൻ കഴിയാത്ത രീതിയിൽ വളരെയധികം വീതിയിലാണ് ആ മല റോഡിൽ നിറഞ്ഞു കിടക്കുന്നത്. 100 മീറ്ററിലധികം വീതിയിലാണ് മല റോഡിലൂടെ ഇടിഞ്ഞ് കിടക്കുന്നത്. 4 മണ്ണുമാന്തി യന്ത്രം വിചാരിച്ചാലൊന്നും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അവിടെ ഒന്നും തന്നെ നടക്കില്ല എന്ന് വ്യക്തമായതും അക്കാര്യം നമ്മുടെ മാധ്യമങ്ങൾ അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്തു. വളരെയധികം അനാസ്ഥയോടു കൂടിയാണ് കർണാടക സർക്കാർ ആ കാര്യത്തിൽ ഇടപെടുന്നതെന്ന് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും നമ്മുടെ MP-മാർ കോഴിക്കോട് MP രാഘവനും ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ടു. ഈ സമയത്ത് മന്ത്രിസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഗണേഷ് കുമാർ ഈ വിഷയത്തിൽ ഇടപെട്ട് തുടങ്ങിയിരുന്നു. കേരള സർക്കാരിൻ്റെ പ്രഷർ ആ നിമിഷം മുതൽ കർണാടക സർക്കാരിൽ വന്നു. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരും കർണാടക സർക്കാരിൽ ഇടപെടുന്നത് അപ്പോഴായിരുന്നു. കർണാടക സർക്കാർ കുറച്ചുകൂടി കാര്യക്ഷമമായി തിരച്ചിൽ നടപടികൾക്ക് തുടക്കം കുറിച്ചെങ്കിലും ശക്തമായ മഴ അവരുടെ ആ ഓപ്പറേഷനെ വിജയിപ്പിക്കുന്നത് തടയുന്നുണ്ട്. മാധ്യമ പ്രവർത്തകർക്ക് ആ ഇടിഞ്ഞു വീണ് കിടക്കുന്ന മണ്ണ് വീണ് കിടക്കുന്ന ഭാഗത്തേക്ക് വരാനുള്ള അനുവാദവുമില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അതിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു ഊഹവും ആർക്കും ഉണ്ടായിരുന്നില്ല. മാധ്യമ പ്രവർത്തകർ അവർക്ക് തോന്നുന്നത് പോലെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയത്താണ് പുതിയ സാങ്കേതിക സഹായത്തോടു കൂടി അന്വേഷണ സംഘം ഉപയോഗിച്ചു തുടങ്ങുന്നത്. അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായി ഈശ്വർ മാൽപ്പെ എത്തിയിട്ടുണ്ട്, പട്ടാളക്കാരെത്തിയിട്ടുണ്ട്, അതുപോലെ പ്രത്യേക ദൗത്യ സേനകളെത്തിയിട്ടുണ്ട്, NDRF എത്തിയിട്ടുണ്ട്, LDRF എത്തിയിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള കപ്പാസിറ്റിയുള്ള ടീമുകൾ എത്തിയെങ്കിലും തിരച്ചിൽ പരിപാടി വേണ്ടത്ര മുന്നോട്ട് പോയിരുന്നില്ല. മെറ്റൽ ഡിറ്റക്ടറെല്ലാം ഉപയോഗിച്ച് വാഹനങ്ങളെ കണ്ടെത്താനുള്ള ശ്രമം നടത്തി നോക്കിയെങ്കിലും ഒരു മെറ്റലും ഡിറ്റക്ട് ചെയ്യാൻ ആ മെറ്റൽ ഡിറ്റക്ടറിന് പറ്റാതെ വന്നപ്പോൾ 20-ാം തീയതിയോടുകൂടി പുതിയ ആളുകൾ അന്വേഷണത്തിന്റെ ഭാഗമായി ഷിരൂരിലെത്തുന്നത്. ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് പാഞ്ഞെത്തിയ രഞ്ജിത്ത് 20-ാം തീയതി അവിടേക്കെത്തി. അയാൾ വന്ന് ആ സ്ഥലം നിരീക്ഷിച്ച നിമിഷം തന്നെ അയാളുടെ അഭിപ്രായം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന രീതിയിലാണ് തിരച്ചിൽ നടക്കുന്നതെങ്കിൽ ഒരു ഫലവും ഉണ്ടാകില്ല എന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. രഞ്ജിത്ത് ഇസ്രായേൽ രംഗത്ത് വന്നതോടുകൂടി തിരച്ചിൽ നടപടികളിലേക്ക് കുറച്ചുകൂടി ശാസ്ത്രീയമായ ഇടപെടലുകൾ ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് റഡാർ ഉപയോഗിച്ച് തുടങ്ങുന്നത്. റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയുടെ കുറച്ച് ദിവസം കഴിയുന്നതിന് മുൻപ് ലോഹക്കഷ്ണം ഗംഗാവാലിപ്പുഴയുടെ അടിത്തട്ടിൽ നിന്നും ഡിറ്റക്റ്റ് ചെയ്യാൻ ആ റഡാറിന് സാധിച്ചു. ആ റഡാർ ഉപയോഗിച്ചുള്ള അന്വേഷണം തുടങ്ങി അധികം ദിവസം കഴിയുന്നതിന് മുൻപ് തന്നെ ഒരു മെറ്റൽ കഷ്ണത്തിൻ്റെ സാന്നിധ്യം റഡാർ ഐഡൻറ്റിഫൈ ചെയ്തു. വളരെയധികം ആവേശപൂർവ്വം ആ തിരച്ചിൽ സംഘം മെറ്റൽ തിരഞ്ഞെടുത്തെങ്കിലും അവർക്ക് നിരാശയാണ് ഉണ്ടായത്. കാരണം അത് അർജുൻ ഉപയോഗിച്ചിരുന്ന വാഹനത്തിൻ്റെ ഭാഗമേ ആയിരുന്നില്ല. ഈ സമയത്തൊക്കെയും അന്വേഷണ സംഘത്തിൻ്റെ തിരച്ചിൽ നടക്കുന്നത് പൂർണ്ണമായും ആ റോഡിലായിരുന്നു. റോഡിലും ആ വാഹനങ്ങൾ കിടന്നിരിക്കാൻ സാധ്യതയുള്ള അവർക്ക് തോന്നുന്ന സ്ഥലത്താണ് തിരച്ചിൽ നടത്തുന്നത്. ആ സമയത്തും അവിടെ ഒരുപാട് മണൽ കുന്നുകൂടി കിടക്കുകയായിരുന്നു. ആ മണ്ണുനീക്കൽ പ്രക്രിയ അതിവേഗതയിൽ ചെയ്യാനും കഴിയില്ല. വളരെയധികം ശ്രദ്ധിച്ച് മണ്ണ് നീക്കിയില്ലെങ്കിൽ വീണ്ടും മല ഇടിയുമെന്നുള്ള സൂചന വിദഗ്ധർ നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണുമാറ്റൽ പ്രക്രിയ അങ്ങനെ നടക്കുന്നതിനിടയിലാണ് ആളുകൾ ഗ്രാമത്തിന് മറുഭാഗത്ത് പുറത്തുള്ള ആള് പറഞ്ഞ വാചകം ഒരിക്കൽ കൂടി അനലൈസ് ചെയ്യുന്നത്. ശക്തമായ മഴയിൽ ഒരു മല ഒന്നാകെ ഇളകി ആ ലോറി നിൽക്കുന്ന ഭാഗത്തേക്ക് വരുന്നത് കണ്ടു എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിശക്തമായ ഒരു മല ലോറി നിൽക്കുന്ന ഭാഗത്തേക്ക് ഒഴുകി വന്നിട്ടുണ്ടെങ്കിൽ ആ ഒഴുക്കിൽ ലോറിയെ ആ തൊട്ട് താഴെയുള്ള ഗംഗാവാലി നദിയിലേക്ക് പോയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ചിന്ത
തിരച്ചിൽ സംഘത്തിൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു സമയമായിരുന്നു അത്. ആ നിമിഷം മുതൽ തിരച്ചിലിന് ഒരു രൂപവും ഭാവവും മാറിത്തുടങ്ങി. ഗംഗാവാലി പുഴയിലേക്ക് തിരച്ചിൽ സംഘത്തിൻ്റെ ശ്രദ്ധ തിരിഞ്ഞുവെങ്കിലും വലിയ പ്രയോജനമില്ല എന്നാണ് ആദ്യം അവർ മനസ്സിലാക്കിയിരുന്ന കാര്യം. കാരണം ശക്തമായ ഒരു അടിയൊഴുക്ക് ഗംഗാവാലി പുഴയിൽ ഉണ്ടായിരുന്നു. വെള്ളം കുത്തി ഒലിച്ചു വരികയാണ്. നല്ല താഴ്ചയുള്ള നദിയുമാണ്. ആ നദിയിൽ ഇറങ്ങി പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യസാധ്യമായ കാര്യമേയല്ല. ആ സമയത്ത് നദിയിൽ നിന്നും അല്പം മാറി ഒരു ഭാഗത്തായി കുറച്ച് വലിയ തടിക്കഷ്ണങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ആ തടി അർജുൻ ഓടിച്ചിരുന്ന വാഹനത്തിലുണ്ടായിരുന്ന തടിയാണെന്ന് സൂചനയും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ആ കാര്യം ഏകദേശം ഉറപ്പായി. ശക്തമായ ആ മഴയിൽ, ആ മണ്ണിടിച്ചിലിൽ അർജുൻ്റെ ലോറി ഉൾപ്പെടെ ഒലിച്ചു പോകാനും നദിയിലേക്ക് വീഴാനും സാധ്യത ഉണ്ടെന്നുള്ള ഒരു ധാരണ തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. നടത്തിക്കൊണ്ടിരിക്കുന്ന ആ തിരച്ചിൽ സംവിധാനം, ഉപയോഗിക്കുന്ന ആ ഉപകരണങ്ങളൊന്നും തന്നെ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള റിസൾട്ട് ഉണ്ടാക്കില്ലെന്ന മനസ്സിലായപ്പോൾ നല്ല നീളമുള്ള കൈയുള്ള വാഹനങ്ങൾ എത്തിച്ച് പരിശോധന നടത്താനുള്ള പ്രവർത്തനങ്ങളിലേക്ക് തിരച്ചിൽ സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ടീം അംഗങ്ങൾ അവർക്കും ഡൈവ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നും അഭിപ്രായം തന്നെയായിരുന്നു സ്കൂബ ഡൈവിംഗ് അംഗങ്ങൾക്കും ഉണ്ടായിരുന്നത്. ഈ സമയത്തും തെർമൽ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ പല പല ടെക്നോളജികളും പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ അവർ ഒരു തീരുമാനത്തിലെത്തിയത് ഡ്രഡ്ജിംഗ് മെഷീൻ കൊണ്ടുവന്നാൽ മാത്രമേ ഇവിടെയുള്ള തിരച്ചിൽ നടത്തി അർജുനെയും ലോറിയെയും കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവർ അറിയിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗോവയിൽ നിന്നും ഡ്രഡ്ജിംഗ് മെഷീൻ കൊണ്ടുവന്നുകൊണ്ട് 4 ദിവസമായിട്ട് അർജുനും അർജുൻ്റെ വണ്ടിക്കും വേണ്ടി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രഡ്ജിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ആദ്യത്തെ കുറച്ച് സമയം തന്നെ തിരച്ചിൽ നടത്തിയപ്പോൾ കുറച്ച് ഭാഗങ്ങൾ അർജുൻ്റേതാണെന്ന് പറയപ്പെടുന്ന ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. അത് വണ്ടിയിൽ വെച്ചിരുന്ന ഒരു ഇരുമ്പിൻ്റെ ഒരു ബേസ്മെൻ്റ് ആയിരുന്നു. പിറ്റേ ദിവസവും സിഗ്നൽ കണ്ടെത്തിയിട്ടുള്ള പല നമ്പറുകളും അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങളിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഒരുപാട് വാഹനത്തിൻ്റെ പാർട്സുകൾ ലഭിക്കുന്നുണ്ട്. പല വാഹനങ്ങളും ലക്ഷ്മൺ നായിക് ഓടിച്ചിരുന്ന ആക്റ്റീവ സ്കൂട്ടറും അവിടെ നിന്നും ലഭിച്ചു. കൂടാതെ പല വാഹനത്തിൻ്റെയും പല പല പാർട്സുകളും ലഭിക്കുന്നുണ്ട്. ടയറുകൾ ലഭിക്കുന്നുണ്ട്. ഒരുപാട് വാഹനങ്ങളുടെ പാർട്സുകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ അർജുൻ്റെ വാഹനത്തിൻ്റെ കാര്യമായിട്ട് ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ചില വാഹനത്തിൻ്റെ എൻജിൻ ലഭിച്ചു, ഡാഷ്ബോർഡ് കിട്ടുന്നുണ്ട്, ക്രാഷ് ഗാർഡ് കിട്ടി, ടയർ ലഭിച്ചു. അങ്ങനെയുള്ള ഒരുപാട് വാഹനങ്ങളുടെ പല പല പാർട്സുകളും ലഭിക്കുന്നുണ്ടെങ്കിലും അർജുനെയോ അർജുൻ ഓടിച്ചിരുന്ന വാഹനത്തെയോ ഇതുവരെയും കണ്ടെത്താൻ സാധിക്കുന്നില്ല. അത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് തിരച്ചിൽ നടക്കുന്നത്. സത്യത്തിൽ ഈ കേൾക്കുന്ന, ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങളുടെ അഭിപ്രായത്തിൽ അർജുനും അർജുൻ്റെ വണ്ടിയും ഗംഗാവാലി പുഴയിലുണ്ടോ? അതല്ലെങ്കിൽ അർജുൻ്റെയും അർജുൻ ഓടിച്ചിരുന്ന വണ്ടിയുടെയും ശരിയായ സ്പോട്ട് എവിടെയാണ്? നിങ്ങൾക്കറിയുന്നവർ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഉള്ളവർ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണമെന്ന് ഉണർത്തുകയാണ്. ജയൻ മീഡിയക്ക് പറയാനുള്ളത്, അർജുൻ ഓടിച്ചിരുന്ന വണ്ടിയുടെ ശരിയായ ലൊക്കേഷൻ ലക്ഷ്മൺ നായിക്കിൻ്റെ കടയുടെ തൊട്ട് ബാക്കിൽ തന്നെ മണ്ണിനടിയിൽ പൂണ്ട് കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അതിൻ്റെ കുറച്ചു ഭാഗം ഗംഗാവാലി പുഴയോട് വെള്ളത്തോട് ചേർന്നും ഭൂരിഭാഗം ഭാഗം മണ്ണിലടിയിലുമാണ് എന്നാണ് ജയൻ മീഡിയക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ കമൻറ്റുകൾ, ഓരോ കമൻറ്റുകളും നിങ്ങളുടെ ഒരു ഊഹം അത് എവിടെയായിരിക്കും എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണമെന്ന് വിനീതമായി ഉണർത്തുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയായി അടുത്ത സമയം കാണാം. നിങ്ങൾക്കെല്ലാവർക്കും തന്നെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.